നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഡിഗ്രി ലെവൽ പ്രിലിംസിനും LDC മെയിൻസിനും +2 മെയിൻസിനും വേണ്ടിയിട്ട് നമ്മുടെ വേൾഡ് ജോഗ്രഫി എന്ന ടോപ്പിക്കിൽ ആദ്യത്തെ പോർഷൻ ബേസിക്സ് ഓഫ് ജോഗ്രഫി, വേൾഡ് ജോഗ്രഫി, ഈ രണ്ടും കൂടെ ചേർന്നിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ SCRTയും അതുപോലെ മുൻവർഷ ചോദ്യങ്ങളും മോഡൽ ചോദ്യങ്ങളും ഒക്കെ ബേസ് ചെയ്തിട്ട് കുറച്ച് ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കും, അതിൻ്റെ എക്സ്പ്ലനേഷൻ ഉൾപ്പെടെയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ പറയുന്ന ചോദ്യങ്ങൾ ഒരു ടെസ്റ്റിൻ്റെ രൂപത്തിൽ അറ്റൻഡ് ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യത്തെ ചോദ്യം, ഭൂമിയുടെ ഉൾഭാഗത്തുള്ള അകക്കാമ്പ് ഏത് അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഭൂമിയുടെ ഉൾഭാഗത്തുള്ള അകക്കാമ്പ്, അതായത് ഇന്നർ കോർ, ഏത് അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻസ് നോക്കാം. ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ. ഏതവസ്ഥയിലാണ് അകക്കാമ്പ്? ഖരാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഭൂമിയുടെ കേന്ദ്ര ഭാഗമാണ് കാമ്പ് എന്ന് പറയുന്നത്. 2900 കിലോമീറ്ററിൽ തുടങ്ങി 6371 കിലോമീറ്റർ വരെയാണ് ഈ കാമ്പിൻ്റെ ഒരു ദൈർഘ്യം എന്ന് പറയുന്നത്. കാമ്പിന് 2 പോർഷൻസ് ഉണ്ട്, പുറക്കാമ്പും അകക്കാമ്പും. അതിൽ പുറക്കാമ്പ്, ഔട്ടർ കോർ എന്ന് പറയുന്നത് ഉരുകിയ അവസ്ഥയിലാണ്, അതായത് ഒരു ലിക്വിഡ് ഫോം അല്ലെങ്കിൽ ഒരു മെൽറ്റഡ് ഫോമിലാണ് പുറക്കാമ്പ് സ്ഥിതി ചെയ്യുന്നത്. അകക്കാമ്പ്, ഇന്നർ കോർ എന്ന് പറയുന്നത് ഉയർന്ന മർദ്ദം കൊണ്ട് ഖരാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ കാമ്പ് എന്തുകൊണ്ടാണ് രൂപപ്പെട്ടത് എന്ന് ചോദിച്ചാൽ നിക്കലും ഇരുമ്പും ചേർന്ന പദാർത്ഥമായ നിഫെ കൊണ്ടാണ് കാമ്പ് രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇത്രയും പോയിന്റ്സ് ഒന്ന് ഓർത്തിരിക്കാം. ഭൂമിയുടെ കേന്ദ്ര ഭാഗത്തെയാണ് കാമ്പ് എന്ന് പറയുന്നത്. 2900 കിലോമീറ്ററിൽ തുടങ്ങി 6371 കിലോമീറ്റർ വരെയാണ് കാമ്പിൻ്റെ ഒരു ദൈർഘ്യം. കാമ്പിന് 2 പോർഷൻസ് ആണുള്ളത്, പുറക്കാമ്പും അകക്കാമ്പും, അതായത് ഔട്ടർ കോറും ഇന്നർ കോറും. ഔട്ടർ കോർ ഉരുകിയ അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്നർ കോർ എന്ന് പറയുന്നത് ഖരാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് സോളിഡ് സ്റ്റേറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്തുകൊണ്ട് സോളിഡ് സ്റ്റേറ്റ്? ഉയർന്ന മർദ്ദം മൂലം ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന ഉയർന്ന മർദ്ദം മൂലമാണ് അകക്കാമ്പ് ഖരാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നത്. കാമ്പ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പദാർത്ഥം ഏതാന്ന് ചോദിച്ചാൽ നിഫെ, NIFE, നിഫെ. NI എന്ന് വെച്ചാൽ നിക്കൽ, FE എന്ന് വെച്ചാൽ ഫെറം, അതായത് അയൺ. നിക്കലും അയണും കൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഉത്തരം ഏതാണ്? ഖരമാണ്. ഓക്കെ, അടുത്ത ചോദ്യം, സമുദ്രത്തിന്റെ ഏത് ഭാഗത്താണ് വേലിയേറ്റം ഉണ്ടാകുന്നത്? സമുദ്രത്തിന്റെ ഏത് ഭാഗത്താണ് വേലിയേറ്റം ഉണ്ടാകുന്നത്? ഓപ്ഷൻസ് ജസ്റ്റ് ഒന്ന് നോക്കാം. ചന്ദ്രനെ അഭിമുഖീകരിക്കുന്ന ഭാഗത്ത് നിന്നും ഏതാണ്ട് 90 ഡിഗ്രി കോണീയ അകലത്തിൽ. ചന്ദ്രനെയും സൂര്യനെയും അഭിമുഖീകരിക്കുന്ന സമുദ്രഭാഗങ്ങൾ. സൂര്യനെ അഭിമുഖീകരിക്കുന്ന സമുദ്രഭാഗം, ചന്ദ്രനെ അഭിമുഖീകരിക്കുന്ന സമുദ്രഭാഗം. അപ്പോൾ സമുദ്രത്തിന്റെ ഏത് ഭാഗത്താണ് വേലിയേറ്റം ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ ചന്ദ്രനെ അഭിമുഖീകരിക്കുന്ന സമുദ്രഭാഗത്താണ്. ചന്ദ്രനെ അഭിമുഖീകരിക്കുന്ന സമുദ്രഭാഗത്താണെന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ SCRTയിൽ ഉൾപ്പെട്ടിട്ടുള്ള പോർഷൻസ് ആണ്, അതിൽ നിന്ന് എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. മൂന്നാമത്തെ ചോദ്യം, തിരാതടവും തിരാശിഖരവും തമ്മിലുള്ള ലംബദൂരം. തിരാതടം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തിരമാല എടുത്തു കഴിഞ്ഞാൽ തിരാതടം, അതിൻ്റെ ബേസ് പോർഷൻ, അതാണ് തിരാതടം. തിരാശിഖരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് പോർഷൻ. അപ്പോൾ ഈ തിരാതടവും തിരാശിഖരവും തമ്മിലുള്ള ലംബദൂരത്തിന് പറയുന്ന പേരെന്താണ്? നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ ക്രസ്റ്റും ട്രഫും തമ്മിലുള്ള ആ ലെങ്തിന് പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ നോക്കാം. തിരാദൈർഘ്യം, ആവൃത്തി, ഉന്നതി, പ്ലാസ്മ. അപ്പോൾ തിരാതടവും തിരാശിഖരവും തമ്മിലുള്ള ലംബദൂരത്തിന് പറയുന്ന പേരെന്താണ്? ഉന്നതി, അഥവാ ആംപ്ലിറ്റ്യൂഡ് എന്നാണ് പറയുന്നത്, ഉന്നതി. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾ പോർഷൻസ് പഠിച്ച ശേഷം ക്വസ്റ്റ്യൻസ് ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഉപകാരപ്പെടും. അതായത് നമ്മൾ ജസ്റ്റ് തിയറി ഇങ്ങനെ പഠിച്ചു പോയിട്ട് ഒരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ എങ്ങനെ അത് ആൻസർ ചെയ്യുന്നു, ആ ഒരു രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം.
അതിനുവേണ്ടി നമ്മുടെ സിലബസ് ബേസ്ഡ് ആയിട്ട്, അതായത് ജോഗ്രഫി, ഹിസ്റ്ററി, സിവിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കണോമിക്സ്, ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സയൻസ് ആൻഡ് ടെക്നോളജി, അങ്ങനെ നമ്മുടെ സിലബസിലെ എല്ലാ ടോപ്പിക് ബേസ് ആയിട്ട് ഞാൻ ഒരു 6 ബുക്സ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ദ ബെസ്റ്റ് പബ്ലിക്കേഷൻസിൻ്റെ 6 ബുക്സ് ആണ്. അതിലത്തെ ജോഗ്രഫി ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് ആണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്തത്. അവർ ഈ ക്വസ്റ്റ്യൻസ് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, പ്യുവർലി SCRT ബേസ്ഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. SCRT, PYQ, മോഡൽ ക്വസ്റ്റ്യൻസ്, PSC ബുള്ളറ്റിൻ ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ബുക്സ് എങ്ങനെ ഉപയോഗപ്പെടുത്താം? നിങ്ങൾ പോർഷൻസ് പഠിച്ചിട്ട്, ഞാനിപ്പം ബേസിക്സ് ഓഫ് ജോഗ്രഫി എടുത്തു, ആ പോർഷൻ പഠിച്ച ശേഷം അതിൽ ഇവർ സെപ്പറേറ്റ് ആയിട്ട് വേൾഡ് ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, കേരള ജോഗ്രഫി എന്ന് പറഞ്ഞ് തന്നെ ആ ജോഗ്രഫി എന്ന് പറഞ്ഞ ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആ പോർഷൻ എടുക്കുക, അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിൻ്റെ രൂപത്തിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാം. അതിന് തൊട്ട് താഴെ തന്നെ ആൻസേഴ്സും അവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇപ്പം നിങ്ങൾക്ക് കിട്ടാത്തതാണെങ്കിൽ അതിന് റിലേറ്റഡ് ഫാക്ട്സും കൂടി ഒന്ന് നോക്കി പോവാം. അങ്ങനെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതനുസരിച്ച് കുറേ പേര്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ കുറേ പേര് ഈ ബുക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഈ ബുക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് നല്ല പോസിറ്റീവ് റെസ്പോൺസ്, അവർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കി നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് എന്നൊക്കെ അറിയിച്ചത് കൊണ്ടാണ് ഒന്നുകൂടെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടെ കണ്ടോട്ടെ എന്ന് കരുതി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. ഓക്കെ, അപ്പോൾ ആവശ്യമുള്ളവർ പോയി വാങ്ങാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം, സുനാമി എന്ന ജാപ്പനീസ് പദത്തിന്റെ അർത്ഥം എന്താണ്? സുനാമി PSC എപ്പോഴും ചോദിക്കുന്നതാണ്. സുനാമി എന്നത് ഏത് ഭാഷയിലെ പദമാണ്? ജാപ്പനീസ്, അതൊരു ചോദ്യം. അപ്പോൾ സുനാമി എന്ന ജാപ്പനീസ് പദത്തിന്റെ അർത്ഥം സീസ്മിക് തരംഗങ്ങൾ, അഗ്നിപർവ്വതം, തുറമുഖ തിരകൾ, പ്രകാശ തരംഗങ്ങൾ. ഏതാ ഉത്തരം? തുറമുഖ തിരകൾ. ഭീമാകാരമായ അല്ലെങ്കിൽ ഭീമൻ തുറമുഖ തിരകൾ എന്നാണ് സുനാമി എന്ന വാക്കിന്റെ അർത്ഥം. കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ചോദിച്ച ചോദ്യമാണ്, കേരള തീരത്ത് സുനാമി ഉണ്ടായ വർഷം എന്നാണ്? 2004 ഡിസംബർ മാസം 26. 2004 ഡിസംബർ മാസം 26. അപ്പോൾ ഇന്ത്യയിലും ശ്രീലങ്കയിലും സുനാമി ഉണ്ടാവാൻ കാരണം, ആ സുനാമിയുടെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് ഇന്തോനേഷ്യയിലെ സുമാത്ര ദ്വീപാണ്. അപ്പോൾ ഇന്തോനേഷ്യയിലെ സുമാത്ര ദ്വീപിലുണ്ടായ ഒരു ഭൂചലനമാണ് ഇന്ത്യയിലും ശ്രീലങ്കയിലും സുനാമിക്ക് കാരണമായത്. 2004 ഡിസംബർ മാസം 26-നാണ് കേരള തീരത്ത് സുനാമി ഉണ്ടായത് എന്ന് ഓർക്കുക. അടുത്ത ചോദ്യം, വൻകര വിസ്ഥാപനം എന്ന ആശയത്തിന് ശാസ്ത്രീയ പരിവേഷം നൽകിയത് ആരാണ്? വൻകര വിസ്ഥാപനം എന്ന സിദ്ധാന്തത്തിന് ശാസ്ത്രീയമായിട്ട് പരിവേഷം നൽകിയത് ആരാണ്? ഓപ്ഷൻ എഡ്വേർഡ് സൂയസ്, ആൽഫ്രഡ് വെഗ്നർ, പെല്ലഗ്രിനി, ഫ്രാൻസിസ് ബേക്കൺ. ആരാണ്? ആൽഫ്രഡ് വെഗ്നർ ആണ്. വൻകര വിസ്ഥാപന സിദ്ധാന്തം ആൽഫ്രഡ് വെഗ്നർ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത്, ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ദക്ഷിണാർദ്ധ ഗോളത്തിൽ സ്ഥിതി ചെയ്തിരുന്ന വൻകരയുടെ പേര് എന്താണ്? ഉത്തരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. വൻകര, പന്തലാസ, ഗോണ്ടാനാലാൻഡ്, ലൗറേഷ്യ, പാൻജിയ. വൻകര ഏതാണ്? പാൻജിയ. അതിനെ ചുറ്റി കാണപ്പെട്ട സമുദ്രം പന്തലാസ. സമുദ്രം പന്തലാസ. പന്തലാസ അവസാനിക്കുന്ന സമുദ്രത്തിലേക്ക് കണക്ട് ചെയ്താൽ മതി. പാൻജിയ കോണ്ടിനെന്റ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, പാൻജിയെ വലയം ചെയ്തിരുന്ന പ്രാചീന സമുദ്രം അറിയപ്പെടുന്ന പേരെന്താണ്? ഇപ്പം ഞാൻ ഉത്തരം പറഞ്ഞില്ലേ, പാൻജിയെ വലയം ചെയ്തിരുന്ന പ്രാചീന സമുദ്രം അറിയപ്പെടുന്ന പേര്. ഓപ്ഷൻ നോക്കാം, പാറ്റഗോണിയ, പെസഫിക്, പന്തലാസ, ട്രയാസിക്. ഏതാണ്? പന്തലാസ. അപ്പോൾ വൻകര പാൻജിയയും സമുദ്രം പന്തലാസയുമാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിവസം. ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിവസത്തിന് പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ പെരിഹീലിയൻ, അബ്ഹീലിയൻ, സൂര്യവിദൂര ദിനം, ഇവയൊന്നും അല്ല. അപ്പോൾ ഭൂമി സൂര്യനോട് അടുത്ത് വരുന്ന ദിനം പെരിഹീലിയൻ ആണ്. പെരിഹീലിയൻ അല്ലെങ്കിൽ സൂര്യ സമീപക ദിനം, സൂര്യ സമീപകം എന്നാണ് ജനുവരി മാസം 3. അപ്പോൾ ഈ ദിവസം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 147 ദശലക്ഷം കിലോമീറ്റർ ആണ്. 147 ദശലക്ഷം കിലോമീറ്റർ. അപ്പോൾ പെരിഹീലിയൻ എന്നാണ് ഭൂമി സൂര്യന് അടുത്ത് വരുന്ന ദിവസത്തെ പറയുന്ന പേര്. അത് എന്നാണ് എന്ന് ചോദിച്ചാൽ ജനുവരി മാസം 3 ആണ്. ആ ദിവസം ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരം ചോദിച്ചാൽ 147 ദശലക്ഷം കിലോമീറ്റർ ആണ്. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ്, ഭൂമി സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയായിരിക്കുന്ന ദിവസം എന്നാണ്,
അല്ലെങ്കിൽ ആ ദിവസത്തെ പറയുന്ന പേരെന്താണ്? ഭൂമി സൂര്യനിൽ നിന്നും അകന്ന് നിൽക്കുന്നത്, അപ്പുറത്ത് നിൽക്കുന്നത് എന്ന് ഓർത്താൽ മതി. അപ്ഹീലിയൻ. അപ്ഹീലിയൻ അതെന്നാണ്? ജൂലൈ മാസം 4. അപ്പൊ ഇതിനെ പറയുന്ന പേര്, ഭൂമി സൂര്യനിൽ നിന്നും ദൂരെ നിൽക്കുന്ന ദിവസം പറയുന്ന പേര് സൂര്യവിദൂര ദിനം. സൂര്യവിദൂര ദിനം അല്ലെങ്കിൽ സൂര്യോച്ചം എന്നാണ് അറിയപ്പെടുന്നത്. സൂര്യവിദൂര ദിനം അല്ലെങ്കിൽ സൂര്യോച്ചം അതെന്നാണ്? ജൂലൈ മാസം 4 ജൂലൈ 4. അപ്പോൾ ഈ അബ്ഹീലിയൻ ദിവസം സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം 152 ദശലക്ഷം കിലോമീറ്റർ ആണ്. എത്രയാണ്? 152 ദശലക്ഷം കിലോമീറ്റർ എന്ന് ജസ്റ്റ് ഓർത്തിരിക്കാം. അടുത്ത ചോദ്യം, നമ്മുടെ അന്തരീക്ഷത്തിന്റെ ഏത് പാളിയിലാണ് ഓസോൺ പടലത്തിന്റെ 90% അടങ്ങിയിരിക്കുന്നത്? എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണല്ലോ. ഓപ്ഷൻസ് നോക്കാം. അയണോസ്ഫിയർ, ക്രോമോസ്ഫിയർ, കൊറോണ, സ്ട്രാറ്റോസ്ഫിയർ. അപ്പോൾ ഓസോൺ പാളിയുടെ 90% അടങ്ങിയിരിക്കുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയർ. ഓക്കെ. അടുത്ത ചോദ്യം, ബിഗ് റൈഡ് എന്നറിയപ്പെടുന്ന മരുഭൂമി ഏത്? ബിഗ് റൈഡ് എന്നറിയപ്പെടുന്ന മരുഭൂമി സഹാറ, അറ്റാക്കാമ, സിംസൺ, സലാർ. ഏതാണ്? സിംസൺ ആണ്. സിംസൺ ആണ് ബിഗ് റൈഡ് എന്നറിയപ്പെടുന്ന മരുഭൂമി. ഭൂമി സൂര്യനിൽ നിന്നും അകന്നു പോകുന്ന ദിവസം. നേരത്തെ ഉത്തരം ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭൂമി സൂര്യനിൽ നിന്നും അകന്നു പോകുന്ന ദിവസം. അപ്പൊ അപ്പുറത്ത് എന്ന് ഓർത്താൽ മതി. ഓപ്ഷൻസ് നോക്കാം. പെരിഹീലിയൻ, അബ്ഹീലിയൻ, സൂര്യ സമീപ ദിനം. ഇതൊന്നും അല്ല. ഏതാണ്? അബ്ഹീലിയൻ ആണ്. ഭൂമി സൂര്യനിൽ നിന്നും അകലെയുള്ള, അകന്നു പോകുന്ന ദിവസം അബ്ഹീലിയൻ. ഓക്കെ. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യണമെന്നുള്ളവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ബുക്സ് വാങ്ങാവുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക, നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു.